നമ്മളെല്ലാരും കാത്തിരുന്നിട്ടുള്ള വൈറലായിട്ടുള്ള നമ്മുടെ ആര്യവേപ്പിന്റെ ഇല. उसका नाम क्या है? इसका नाम दातुन नहीं भैया, दातुन बोलते हैं, इंडियन ब्रश. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മഹാകുംഭമേളയുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. അന്ന് തന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ച ഒരു പ്ലാനാണ് ഇവിടെ ഒരു 45 കോടി ആൾക്കാരോളം വരാനുള്ള ഇതാണ് എസ്റ്റിമേറ്റ് വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ആക്കാം. ചെറിയ ചെറിയ വെറൈറ്റി ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് കുറേ പേര് ചെയ്ത് നമ്മൾ കേട്ടു. ഇന്ന് ഞാൻ ഇവിടെ കാണുന്ന എന്തൊക്കെ ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞെട്ട റെഡി ആയിക്കോ മക്കളെ. അതിൽ ഏറ്റവും ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ചന്ദനം തൊടുന്ന പ്രൊസീജിയർ. അതായത് വെറുതെ ചന്ദനം നമ്മുടെ നെറ്റിയിൽ തൊട്ട് അതിലൊരു ചെറിയൊരു പൊട്ടുകൂടി വെക്കുന്നതിന് അങ്ങനെ വെച്ച് മാത്രം ആയിരങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അറിയോ? ഈ ചന്ദനം തൊടുന്ന പരിപാടി നമ്മൾ പല നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങൾ പോയാൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമ്മൾ കന്യാകുമാരിയിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇതിൽ അടുത്തൊരു ഐഡിയ ആണ്, നമ്മുടെ ഹോളിഡിപ്പ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് വെള്ളം കൊണ്ടുപോകണമെന്നുണ്ട്. ആ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡെപ്പകൾ വിൽക്കുന്ന കുറച്ച് പേര് കണ്ടു. ചെറുത് മുതൽ അത്യാവശ്യം വലിയ ഡെപ്പ വരെ വിൽക്കുന്ന കുറച്ച് പേരുണ്ട്. കാരണം ഇതൊരു പുണ്യ വെള്ളമാണ്. ഇത് കുറേ പേരെന്ത് ചെയ്യും, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. അടുത്തതായിട്ട് എനിക്ക് യുണീക്കായെന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചതേ, അത് ഈ ചാർജിങ് സ്പോട്ടുകളാണ്. കാരണം ഇത്രയും പേര് വരുമ്പോൾ എല്ലാവരുടെയും ഫോണുകൾ ഓഫായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജില്ലേൻ്റെ ഒരു പരസ്യവും ഒരു ചാർജിങ് സ്പോട്ടുമായിട്ടും ഗെറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാർജ് എന്ന ബ്രാൻഡും ചാർജിങ് സ്പോട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഈ ചാർജിങ് സ്പോട്ടുകൾ മിക്കതും രാത്രികൾ ഓണാക്കാറില്ല, രാവിലെ ഓണാക്കാറില്ല. രാത്രി ഇത് ഓണാക്കി കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റും ആൾക്കാർ വന്ന് നിറയും. നമുക്ക് ക്യൂ നിന്നിട്ട് ചാർജ് കുത്തിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരാം. ആൻഡ് 2 പോർട്ടുണ്ട്, രണ്ടിലും ചുറ്റും നിറച്ച ആൾക്കാരുണ്ടാവുക. അടുത്ത് നമ്മളെല്ലാരും കാത്തിരുന്നിട്ടുള്ള വൈറലായിട്ടുള്ള നമ്മുടെ ആര്യവേപ്പിന്റെ ഇല. उसका नाम क्या है? इसका नाम दातुन नहीं भैया, दातुन बोलते हैं, इंडियन ब्रश. इंडियन ब्रश जी. कണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ബ്രഷ് ആണിത്. कितने रुपए? 5 रुपए से 5 रुपए. നമുക്കൊന്ന് വാങ്ങിക്കണോ? ആ പയ്യനാണ് ഇവിടെ ഹിറ്റ് ആക്കിയത്. അവൻ എത്രയും വിറ്റെന്ന് പറഞ്ഞാൽ ഇവരിപ്പോ 5 രൂപയ്ക്ക് അത് വിൽക്കുന്നേ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയാം. നമ്മളെന്തായാലും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ സാധനമാണ് നമ്മൾ കാത്തിരുന്നത്. കണ്ടോ, ഇവര് മൊത്തം കമ്പായിട്ട് അവിടെ വിൽക്കുന്നത് കണ്ടോ. അതിൽ വെട്ടി പീസാക്കിയിട്ടാണ്. എന്തായാലും നമ്മൾ അതും കണ്ടുപിടിച്ചു. പിന്നെ ഇവിടെ യുണീക്കായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു സാധനം കണ്ടാണ് ഈ കാണുന്ന മാസ്ക് വിൽക്കുന്ന ആള്. ഇവിടെ ഇത്രയും പൊടിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു സാധനം വിൽക്കണമെങ്കിൽ നൈസ് ഐഡിയ അല്ലേ? എന്നാ ആ മാസ്ക് വിറ്റ് ഞാൻ ഇതേ കിടക്കണു. ഇതൊരു യൂണീക്ക് ഐഡിയ ആണ് ഞാൻ പറയാൻ കാരണം, ഇവിടെ എന്നെ മീറി ഒരാൾ പോലും മാസ്ക് വിൽക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത്രയും കോടിക്കണക്കിന് ആൾ വരുന്നോട്ട് ഞാനൊരാൾ മാത്രം മാസ്ക് വിൽക്കുന്നുള്ളൂ. അതിനൊരു റീസൺ ഉണ്ട്. എനിക്ക് മനസ്സിലായ റീസൺ എന്ന് വെച്ചാൽ എല്ലാവരും ആൾക്കാർ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. എല്ലാവരും എന്നെ കളിയാക്കി പോവാണ്. പ്രയാഗ്രാജിലെ ഡസ്റ്റ് അല്ലേ ഇതെന്താ മറ്റേ ഇത് പുണ്യമായ ഡസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് മാസ്ക് വെക്കുന്നതിൽ തീരെ താല്പര്യമില്ല. അതാരും വാങ്ങില്ല എന്നതുകൊണ്ടാണ് ഹിന്ദി ആൾക്കാരും മാസ്ക് വിൽക്കുന്നത്. ആൻഡ് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടെങ്കിൽ ഇതുപോലെ നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ലോ പല ആൾക്കാരും സൗത്ത് വരും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടാണ് ഞാനിത് വിൽക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഐഡിയനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായമുള്ളത്? അത് കമൻറ്റ് പറ. കൂടാതെ ഇത് കുറച്ച് നമ്മുടെ ഏഷ്യനെറ്റ് ന്യൂസും കുറച്ച് ഹിന്ദി ചാനലൊക്കെ ഇത് കവർ ചെയ്തു. അവർക്കും ഇതൊരു യൂണീക്ക് ഐഡിയ തോന്നി. കാരണം ഒരു ദിവസം 700-ന്റെ അടുത്ത് മാസ്ക് ഞാൻ വിറ്റിരുന്നു. അങ്ങനെ കോൺസിക്വൻ്റായി 5 ദിവസത്തോളം ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തവർ അവർ വന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ പ്രയാഗ്രാജ് നടക്കുന്ന ഈ മഹാകുംഭമേള ഏറ്റവും വലിയ റിലീജിയസ് ഗ്യാതറിംഗ് ആകുമ്പോഴും ഒരുപാട് പേര് ഇതിൻ്റെ എക്കണോമി നല്ല രീതിയിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനിതിൻ്റെ ഏറ്റവും യുണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 5 സാധനങ്ങൾ കാണിച്ചത്. പക്ഷേ ഇതൊന്നുമല്ല, ഇവിടുത്തെ ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നേക്കാൾ കൂടുതലാണ്. കാരണം 10-60 കോടി ആൾക്കാർ വന്ന് അവരെല്ലാവരും വലിയൊരു എമൗണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് കിട്ടാനായിട്ട് ഒരുപാട് ഷോപ്പ് അല്ലെങ്കിൽ ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ എക്കണോമിക്ക് വരുന്നത്. സോ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ നല്ല യൂണീക്ക് കോണ്ടന്റ് ആയിട്ട് നമ്മൾ വരുന്നതാവും. അതുവരേക്ക് ജീൻ സൈനിങ് ഓഫ്.